ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഐ സ്റ്റാർ 3. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇഫ്താർ പാർട്ടിയാണ്. ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും കൂടി പാർക്കിൽ ഒരു ഇഫ്താർ പാർട്ടി അറേഞ്ച് ചെയ്തു. അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വ്ളോഗിലുള്ളത്. ഇഫ്താർ പാർട്ടിക്കുള്ള മെയിൻ ഫുഡ് ഓർഡർ ചെയ്തത് ഉസ്താദ് ഹോട്ടലിൽ നിന്നാണ്. ഓൺ ദി വേ ഇവാനു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു. Hello guys, today we are going to Fun Park. We will നോമ്പർക്കൽ അവിടെ ആയിരിക്കും. Okay? അപ്പോൾ നമ്മൾ ആദ്യം അവർക്ക് പോകും. നമ്മളുടെ ഫുഡ് എന്തിനൊരു ഇഫ്താറിന് ഫുഡാ? ഇഫ്താർ അല്ല, ഇഫ്താർ. അതിന് നമ്മള് കൊറേ ആളുകൾ വരും. ഉസ്താദ് ഹോട്ടലിൽ ഒരു പുതിയ ബ്രാഞ്ച് അൽ കിസൈസിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ മെയിൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കളക്ട് ചെയ്യാനാണ് അവിടെ വന്നത്. ബാക്കിയുള്ള സ്നാക്സുകളും ജ്യൂസും ഫ്രൂട്ട്സും എല്ലാവരും ഓരോ ഫാമിലിയിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഏറ്റെടുത്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. എല്ലാവരും എടുത്തും അവരവരുണ്ടാക്കുന്ന സ്നാക്സിൻ്റെ വീഡിയോ എടുത്ത് അയക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ കിട്ടിയ കുറച്ച് വീഡിയോസുകളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ വീഡിയോയിൽ സമൂസ ഉണ്ടാക്കുന്നതും ഇലയിൽ ഉണ്ടാക്കുന്നതും കട്ടയിൽ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് പുറമെ വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോസ് ഇല്ല. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തി. നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ചും പാർക്കിങ്ങൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങളൊരു സൈഡിൽ വണ്ടി നിർത്തി സാധനങ്ങളൊക്കെ ഗ്രില്ലിലൂടെ അപ്പുറത്തേക്ക് കൊടുത്തു. ഓൾമോസ്റ്റ് എല്ലാവരും പോണ്ട് പാർക്കിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പോണ്ട് പാർക്ക് ചൂസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും കൃത്യസമയത്ത് എത്തി. ചിലവർക്ക് പക്ഷേ ഈ ഇഫ്താർ പാർട്ടിയിൽ കൂടാൻ പറ്റില്ല. ഡ്യൂട്ടിയുടെ സമയത്തിൻ്റെ ഒരു പ്രോബ്ലമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വരാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫാമിലി ഏറ്റവും സ്മോളസ്റ്റ് ന്യൂ ബേബിയാണിത്. സ്നാക്സ് ഉണ്ടാക്കി കൊണ്ടുവരൽ മാത്രമായിരുന്നു ഞങ്ങളുടെ ഡ്യൂട്ടി. പിന്നുള്ള ഡ്യൂട്ടീസൊക്കെ അവർ ഏറ്റെടുത്തു. അപ്പോൾ എല്ലാതും നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സാധനവും സെറ്റായി ഞങ്ങൾ നോമ്പറക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഓരോ ഒത്തുകൂടലിലും ഒരുപാട് ഓർമ്മകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. കഴിഞ്ഞ തവണ ഇഫ്താർ പാർട്ടിക്ക് ഉണ്ടായിരുന്ന കുറച്ച് പേരൊക്കെ ഇപ്രാവശ്യം നാട്ടിലാണ്. കുറച്ച് പേരെ നമ്മൾ ക്ഷണിച്ചെങ്കിലും മറ്റു ഇഫ്താർ പാർട്ടി ഉള്ളതുകൊണ്ടും ഡ്യൂട്ടി ഉള്ളതുകൊണ്ടും ചിലർക്കൊന്നും വരാൻ പറ്റിയില്ല. എല്ലാവരും ബാങ്ക് കൊടുക്കാൻ വെയിറ്റിങ്ങിലായിരുന്നു. പിള്ളേരൊക്കെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ നോമ്പ് തുറന്നു തുടങ്ങി. അതിനേക്കാൾ ഉപരി എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിരിക്കുന്നതായിരുന്നു ഒരുപാട് സന്തോഷം. ബാങ്കൊക്കെ കൊടുത്തു. എല്ലാവരും നോമ്പ് തുറന്നു തുടങ്ങി. നോമ്പ് തുറക്കലും നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ആദ്യം നമ്മൾ കഴിച്ചത് ഹരീസായിരുന്നു. ഹരീസ് എന്ന് പറയുന്നത് ഇമറാത്തിയുടെ ട്രഡീഷണൽ ഫുഡാണ്. മീറ്റും ഗോതമ്പും കൊണ്ടുണ്ടാക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഹരീസ് എന്ന് പറയുന്നത്. അതിനുശേഷം കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ നമ്മുടെ മെയിൻ ഡിഷായ ബിരിയാണി കഴിച്ചു. പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടിയാണ്. ഇന്ന് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സർപ്രൈസ് കേക്കൊക്കെ അറേഞ്ച് ചെയ്തു. അവൻ അഞ്ചപ്പുറത്ത് അപ്പാടെ കൊടുക്കും. ഹാപ്പി ഒരുപാട് നല്ല ഓർമ്മകളുള്ള ഒരു ഇഫ്താർ പാർട്ടിയായിരുന്നു ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹലോ ഗായ്സ്, ഇനി നമ്മളെ വീട്ടിലേക്ക് പോകാം. നമ്മുടെ ഫൺ പാർക്കിന്റെ നോമ്പ് തീർന്നു. ബൈ ബൈ.